ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്, സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് പേഴ്സണൽ റീഡിങ്സ് ഉണ്ടാവുക. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഇല്ലാച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം, അവിടെയും ഞാൻ ആക്റ്റീവാണ്. അപ്പോൾ മെസ്സേജ് ചെയ്ത ഉടനെ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ ലിങ്ക്, മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം, ഈ വീഡിയോസൊക്കെ ഉടനെ കാണണം, വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ആക്സസ് വേണം വെച്ചാൽ മെമ്പർ ആവുക. മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ പറഞ്ഞ മാതിരി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ നിങ്ങളുടെ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരെന്താണ് ആക്ഷൻ എടുക്കാൻ പോണത്, ആൻഡ് എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ സ്കോർപ്പിയോ, എന്താണ് നിങ്ങളുടെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ടെമ്പറൻസ്. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടി? നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മജിഷ്യൻ ആണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് 10 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ലവേഴ്സ്. ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് കിങ് ഓഫ് സോഡ്സ്. ഈ പേഴ്സൻ്റെ ആക്ഷൻ ഫ്യൂച്ചറിൽ നൈറ്റ് ഓഫ് വാൻഡ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? റിലേഷൻഷിപ്പ് ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ സ്കോർപ്പിയോ, ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മുമ്പത്തെ മാതിരി ഓപ്പണായി കാര്യങ്ങൾ ഇവരുടെ കൂടെ ഷെയർ ചെയ്യണില്ല. അപ്പോൾ ഇതൊരു നോ കോൺടാക്റ്റും ആവാം. നിങ്ങൾ രണ്ടാളും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലും ആയിരിക്കാം. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 6 സോഡ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ ആ ഇഷ്യൂസൊക്കെ വിട്ട് മുമ്പോട്ട് പോകാൻ നോക്കണു, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നോക്കണു അവരുടെ ലൈഫിൽ, മനസ്സിലൊക്കെ. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് നിങ്ങളുടെ എന്താണ് എനർജി കാണുന്നത്? 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ കുറേ ഡൗട്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്, എന്താണ് ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യണോ വേണ്ടേ, ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കണു. ഓക്കെ, ഈ സിറ്റുവേഷനിലും കുറേ സ്റ്റേബിലിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഈ പേഴ്സൺ എന്താണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് അറിയണം. അതുമാത്രമല്ല നിങ്ങളുടെ തോട്ട്സും നിങ്ങൾക്ക് ഇവരോട് പറയണം എന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലുണ്ട്. അത് ഈ പേഴ്സണോട് ഡയറക്റ്റായി കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിക്കണം എന്നൊക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ സെപ്പറേറ്റഡ് എനർജിയിലാവാം. ഓക്കെ, അപ്പോൾ 6 സോഡാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവർ ട്രാവൽഡ് എനർജിയിലുമുണ്ട്. അപ്പോൾ മേ ബി ഈ പേഴ്സൺ കുറച്ച് ദൂരെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പ്. ഇവിടെ ഈ പേഴ്സൻ്റെ സൈഡിൽ ഡെവിലാണ്. അപ്പോൾ എന്തോ ഒരു ടോക്സിക് എനർജി ഇവിടെ കാണാണ്ട് ഇവരുടെ ഭാഗത്തിൽ
ചില വേറെ ആൾക്കാർ ഇവിടെ ഇൻ്റർഫിയർ ചെയ്യണ എനർജി കാണാണ്ട്, ചില വേറെ ആൾക്കാർ ഇവിടെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യണ എനർജി കാണാണ്ട്. അതല്ലച്ചാൽ ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് ഈ ഇഷ്യൂസൊക്കെ കുറേ കൂടിപ്പോയി, കുറേ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. അവർ കുറേ ഒരു നെഗറ്റീവ് തിങ്കിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. അപ്പോൾ എല്ലാത്തിലും വഴക്ക് ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ ഇടയ്ക്ക്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. കുറേ ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ വെക്കണ പേഴ്സൺ. എല്ലാത്തിലും എനിക്ക് തന്നെയാണ് ജയിക്കേണ്ടത്, അവനെ ഞാൻ പറയണതാണ് ശരി. അപ്പോൾ കുറച്ചൊരു ഈഗോ അതൊക്കെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പേഴ്സൻ്റെ സൈഡിലാണ് ഞാനത് കാണുന്നത്. അതല്ലാച്ചാൽ ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സ് അവരെ മിസ്ഗൈഡ് ചെയ്യണു, റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സ് അവർ ഈ പേഴ്സൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് പറയണു, അങ്ങനെയും ആവാം. അപ്പം നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരുന്നു വെച്ചാൽ അതിൻ്റെ കാരണമായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയേ, അതും ഒരു സിറ്റുവേഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറൻസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഹീലിംഗ് ആണ്. നിങ്ങൾ രണ്ടാളും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയി, കുറച്ചൊരു സമയം സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി. അപ്പോൾ ടെമ്പറൻസ് നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ബാലൻസ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഇവിടെ ഹീലിംഗ് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് നിങ്ങൾ നോക്കണത് ഇവിടെ. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ട, പക്ഷേ കുറേ സ്ലോ മൂവിങ് എനർജിയാണ്. എംപ്രസ് എനർജി, ഇവിടെ ഒരു മദറുടെ എനർജി ഉണ്ട്. അപ്പോൾ മേ ബി ഇവിടെ ഒരു മദറുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും നിങ്ങളുടെ ഭാഗത്തിലില്ല അവരുടെ ഭാഗത്തിൽ. അതല്ലച്ചാൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരുന്നു വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതും ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മജിഷ്യൻ ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ റീകൺസിലിയേഷൻ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത്. ജസ്റ്റിസ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ മാരീഡ് അല്ലച്ച ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ മാരേജ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത്. ആൻഡ് നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു പോസിറ്റീവ് വേയിൽ നടക്കട്ടെ എന്ന്, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൺഫ്യൂസ്ഡ് ഫീലിങ്സ് ആണ്. എന്താ വെച്ചാൽ പ്രാക്ടിക്കലി അവർക്ക് തോന്നുന്നത് ഇത് വർക്കൗട്ട് ചെയ്യില്ല, പക്ഷേ ഇമോഷണലി അവരുടെ കണക്ഷൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. 2 of Swords ഇവിടെ 8 of Cups. അപ്പോൾ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് വേണോ, ഒരു റീകൺസിലിയേഷൻ വേണോ എന്ന് അവർക്ക് ഇതുവരെ അതും അറിയില്ല. അവർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ 9 of Wands ഇവിടെ ഒരു പേടിയുടെ എനർജിയും കൂടിയാണ്. എന്താ വെച്ചാൽ അവരുടെ മനസ്സിലൊരു പേടിയുണ്ട്. അത് ഞാൻ ഒരു റോങ് ഡിസിഷൻ എടുത്താൽ അത് എന്നെ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ബാധിക്കുക, ആ പേടി അവരുടെ മനസ്സിലുണ്ട്. അവർക്കൊരു ഫ്യൂച്ചറിൽ റോങ് ഡിസിഷൻ എടുക്കണം എന്നില്ല. അപ്പോൾ കുറേ സൂക്ഷിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കാൻ നോക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തിൽ ഇൻറ്റൻഷൻ ഞാൻ കാണുന്നത് 10 of Wands ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാഗേജൊക്കെ വിട്ട്, ഈ പ്രോബ്ലംസൊക്കെ വിട്ട് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് കുറേ ആയി ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി, കുറേ ഇഷ്യൂസും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ സമയം ആയിരിക്കണു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹീൽ ചെയ്യണം. നിങ്ങളുടെ മെൻ്റൽ പീസാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ലൈഫിൽ കുറച്ചൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുണ്ട്. ഓക്കെ, ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നാണ് ശ്രമിക്കണേ. ഈ പേഴ്സൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും വെച്ചാൽ അതും ഒരു സ്റ്റേബിലിറ്റിയിലേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ ലവേഴ്സാണ്. അപ്പോൾ ലവേഴ്സ് ചോയ്സിൻ്റെ എനർജിയാണ്. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ പേഴ്സൻ്റെ എഫെയർ ഉണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി വേറെ ഫാമിലി മെമ്പേഴ്സും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ കുറേ ഇഷ്യൂസ് ഈ പേഴ്സൻ്റെ സൈഡിലും ഉണ്ട്. പക്ഷെ അവർക്കും ഒരു പുതിയ തുടക്കം വേണം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ട്. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ അവർക്കും വേണം. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങൾ എസ്പെഷ്യലി മാരീഡ് ആണ് വെച്ചാൽ ചിലപ്പോൾ ഒരു ലോയറിനെ കൺസൾട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കാം.
അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കാം. ഒരു കുറേ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കണത്. ഇമോഷൻസ് കുറവാണ്, പ്രാക്ടിക്കൽ എനർജിയാണ് കൂടുതൽ. ഏസ് ഓഫ് വോൺസ്, കുറേ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തുടക്കമുണ്ട് ഇവിടെ, ഒരു ആക്ഷൻ എടുക്കണ എനർജി ഉണ്ട് നിങ്ങളുടെ ഭാഗത്തിൽ. നിങ്ങൾ കുറേ സെൽഫ് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യണത്. ഓക്കെ, ശരിയായ സമയത്ത് നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യും. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ നൈറ്റ് ഓഫ് വോൺസ്, ഇവർ കുറേ ദൂരെയാണ് താമസിക്കുന്നത് വെച്ചാൽ അവർ ട്രാവൽ ചെയ്തിട്ട് വരും നിങ്ങളുടെ അടുത്തേക്ക്, ഇല്ല വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് ഒരു വെരി ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. പക്ഷെ അവരിവിടെ ഒരു സ്റ്റേബിൾ ഓഫർ നിങ്ങൾക്ക് തരണു. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ ഓഫറാണ്. എന്തോ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട്. ടവർ എനർജി ഒരു ഷോക്കിംഗ് ചേഞ്ചാണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു എൻഡായിട്ട് ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. ആൻഡ് അവരുടെ ആക്ഷനിലും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അവരെന്തോ ഒരു ബോൾഡായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നുണ്ട്. ഒരു ഷോക്കിംഗ് ഡിസിഷൻ ആണ് അവരുടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? 10 ഓഫ് സോഡ്സ് ആണ് ഔട്ട്കം. അപ്പോൾ 10 ഓഫ് സോഡ്സ് ഒരു ബിട്രിയലുടെ എനർജിയാണ്, ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ആണ് ഈ വെയിറ്റിംഗ്, അല്ലച്ചാൽ ഈ വെയിറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും എൻഡിങ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിൽ. എംപറർ എനർജി, ഏരീസ് എനർജി, സ്ട്രെങ്ത്ത്, ഒരു സ്ട്രോങ് ബോൾഡ് ഡിസിഷൻ എടുക്കണ എനർജിയാണ് സ്ട്രെങ്ത്ത്, ലിയോ എനർജി. ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ 10 ഓഫ് സോഡ്സ് ആണ് ആദ്യത്തെ കാർഡ് ഉണ്ടായി. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ബിട്രിയൽ മാതിരി എനർജി ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി. പക്ഷേ ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ബാലൻസും സ്ട്രക്ചറൊക്കെ കാണേണ്ട, ഒരു എന്താ പറയുക, ഒരു റൂട്ടീൻ മാതിരി എനർജി കാണാണ്ട്. ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു റൊമാൻറ്റിക് എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഹീലിംഗ് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തം ഞാൻ കാണുമ്പോൾ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷും ഹിന്ദി ചാനലിനെ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ആ റീഡിങ്ങും നിങ്ങൾക്ക് വേണമെച്ചാൽ നോക്കാം. അവിടുത്തെ റീഡിങ് ഇതുമാതിരി അല്ല, പറഞ്ഞാൽ സെയിം റീഡിങ് അല്ല അവിടെയും ചെയ്യാറ്. ഞാൻ വേറെ ഡെക്കാണ് യൂസ് ചെയ്യാറ് എല്ലാം ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹിന്ദി മനസ്സിലാവുണ്ട് വെച്ചാൽ അവിടെയും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സൈനിന് വേണ്ടിയിട്ട് തന്നെ എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. അവിടെയും നിങ്ങൾക്ക് സെയിം സ്കോർപ്പിയോയുടെ റീഡിങ് തന്നെ കാണാം. മെസ്സേജസ് ഏകദേശം സെയിം ആണ്, പക്ഷേ ചില കാര്യങ്ങൾ എക്സ്ട്രാ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് കിട്ടും. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പറയണത്, സംടൈംസ് ഐ സ്റ്റേ അവേക്ക് തിങ്കിങ് അബൌട്ട് യു. ഇവർ പറയണത് ഐ ആം നോട്ട് അവൈലബിൾ. നിങ്ങൾ പറയണത് യു ആൻഡ് ഐ വർ ടു യങ്. ഇവർ പറയണത് ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. നിങ്ങൾ പറയണത് ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. ഇവർ പറയണത് ഐ ആം അഫ്രേഡ് ടു കോൺടാക്റ്റ് യു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ. സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ഞാൻ തിരിച്ചു വരും. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.